ഹലോ ഗെയ്സ്, ശ്രീ യൂട്യൂബിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണല്ലേ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. ഇന്ന് മാമ്പഴക്കാലല്ലേ, അപ്പോൾ മാങ്ങയൊക്കെ ഉണ്ടോ നോക്കിയിട്ട് വരാം. എൻ്റെ കൂടെ കുറച്ച് കുട്ടി പട്ടാളംസും ഉണ്ട്. ഹായ് പറ. അപ്പോൾ പോയിട്ട് കാണാം. ഇതാ ഞങ്ങൾ മാങ്ങ പറിക്കാൻ പോകുന്നതിൻ്റെ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇതാ കാട് പിടിച്ച സ്ഥലത്ത് കൂടെയാണ് പോകേണ്ടത്. ഒരു ചെറിയ ഇടവഴി പോലത്തെ ഒരു സ്ഥലമുണ്ട്. ഇവരൊക്കെ ഡെയിലി മാങ്ങ വെറുക്കാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പൊ ഇന്ന് എന്നെ കൂട്ടി പോകേണ്ട പരിപാടിയാണ്. ഇവിടെ കമ്പി വേലിയെല്ലാം കെട്ടിരാ. ഞാൻ എന്റെ കല്യാണത്തിന് മുന്നേ ഒക്കെ കുറെ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇത് ഫസ്റ്റ് ടൈമാണ് മാങ്ങ വെറുക്കാൻ പോകുന്നത്. നല്ല കാടുണ്ട് ഇവിടെ, നല്ല കൊന്ത കാടായിട്ടുണ്ട് ഇവിടെ എല്ലാം. അതിന് മീനുണ്ട് ഇപ്പൊ. നമ്മളെ വേഗം കയറി വാ, ഞാൻ നാട്ടിൽ കളിക്കുന്നേ. മിക്കാനെ കൂട്ടാണ്ടാ വന്നത്, അവൻ കണ്ടിട്ടില്ല ഞങ്ങള് വരുന്നത്. അതിനും കൂട്ടി വന്നാൽ നടക്കൂല, നല്ല കാടൊക്കെയാ. അയ്യോ, നടന്ന് ഇവിടെ എത്തി കിതക്കുന്നേ. ഇനി കുറച്ചുകൂടി നടന്നാലേ ഒരു മാങ്ങയുള്ള സ്ഥലത്തും. അവിടെ ഞങ്ങൾ മാങ്ങയുള്ള സ്ഥലത്തെത്തി. അതാ മാങ്ങ മരം, അവിടെ പോയി പെറുക്കണം. ഇവിടെ കുറച്ച് ഇത് മാതളല്ലേ, ഇതെന്താ ബബ്ലൂസ് അല്ലേ? ബബ്ലൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. വാ, ഇവിടെ മാങ്ങ ഉണ്ടോ നോക്കണ്ടേ? ഇത് ചെറിയ മാവാന്ന് തോന്നുന്നു, മാങ്ങയാന്ന് തോന്നുന്നു. ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു വീടുണ്ട്, ചെറിയൊരു വീട്. ഇതിന്റെ വീട് ആൾക്കാരൊക്കെ വേറെ താമസം മാറിപ്പോയി. ഇതാ ഇവിടെ ഒരു കുളമുണ്ട്. ഇതിൽ മീനില്ല, വലിയ മീന. എന്തെന്നാ ഇവിടെ ചെറിയൊരു ആല പോലത്തെ ഒരു സ്ഥലമുണ്ട്. തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീറ്റ തിന്നാൽ ഇപ്പൊ വരും മീൻ. തിലോപ്പിയ എന്ത് മീനാ? ഒറ്റ മീൻ വരുന്നില്ലല്ലോ. ചെറിയ കുഞ്ഞികളെ പിടിച്ചിട്ടുണ്ട്. അതാ കാണുന്നുണ്ടോ? ഇവിടെ ക്ലീൻ ചെയ്യാണല്ലോ. അതിൽ കൂടെ എല്ലാം ഓടി കളിക്കുന്നുണ്ടല്ലേ, പക്ഷെ പൊന്തുന്നില്ലല്ലോ. ഇതാ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇതായിരുന്നു വരുന്ന വെള്ളം. ഇവിടെ ഇങ്ങനെ കൈ കഴുകാനുള്ള സെറ്റപ്പ് ഒക്കെ. ദൈവം ഇനി താഴെ തച്ചു നീ വാ, നീ കണ്ട ഇനി തീറ്റ എടുത്തുക്കാ. വീടൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ അവസ്ഥ നോക്കല്ലേ. അടുത്ത മാവിൻ ചുവട്ടിലെത്തി. എന്താ കുറെ മാങ്ങയൊക്കെ പെറുക്കി ഇവിടുന്ന് ഞാൻ അടുത്ത മാവിൻ ചോട്ടിലേക്കുള്ള യാത്രയില്ല. എന്ത് പോകാന്ന് ചോദിച്ചാൽ അതിന്റെ പേരം കാണും. പ്ലാസ്റ്റിക് വേണ്ട. നല്ല കൊതുകുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് നിങ്ങൾ ഫുൾ ടൈം ഇങ്ങോട്ടേക്കായിരിക്കും അല്ലേ?
ആര് ചോദിച്ചേ? എന്ത് വാങ്ങിയോളോ വാങ്ങിയാ? അപ്പൂപ്പന്താടി പറപ്പി. അപ്പൂപ്പന്താടിന്റെ മരം എടുത്തു. അവിടെ ഒരു മാവുണ്ടല്ലോ, അത് മിസ്സായില്ലേ? തിരിച്ചു വരുമോ നോക്കാലേ? അങ്ങനെ പോവാ. കാടും മലയും താണ്ടി അടുത്ത മാവും ചോട്ടിലെത്തി. ഇതിലൊക്കെ നല്ലോണം മാങ്ങയുണ്ട്. ഇവരിങ്ങനെ പെറുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നാളെ കുട്ടിക്കാല ഓർമ്മ വരുന്നത്. നാളെ ഇങ്ങനെ ഫുൾ ടൈം ആക്കുകയൊക്കെ ആയിരുന്നു. അതൊക്കെ ഇപ്പം നോസ്റ്റു. ഇത്രയും മാങ്ങ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. ഒന്ന് പൊന്നിച്ച് കാണിച്ചു കൊടുക്കും. ഒക്കെ പിടിക്കാൻ പറ്റുന്നില്ലെല്ലാം കൂടി, താങ്ങുന്നില്ല. നല്ലോണം കൊതുകും ഉണ്ട്. കൊതുവിൻ്റെ കടി കൊള്ളണം നല്ലോണം. അവരവിടെ നിന്ന് പെറുക്കുന്നുണ്ട്. പോയി രണ്ടാള് ഇതാ. അവള് ഇറങ്ങി കുടുങ്ങിപ്പോയി. അടുത്തെങ്ങോട്ടാ? ഇങ്ങോട്ടുണ്ടാ? എന്നാ മതിയോ? എവിടെ ഇറങ്ങുക? ഞാളെ കൂട്ടാണ്ട് അവര് മുന്നിൽ ഓടി മാങ്ങ വെറുക്കാൻ. ദയ്യോ വേഗം വാ, ഒരു ഹായ് പറഞ്ഞു കൊടുക്ക്. ഇവിടെ പേര് ദയമോൾ, ദയാലക്ഷ്മി. തിരിച്ചിങ്ങോന്ന് ഓരോരുത്തർ മാവ് കാണുമ്പോ ഒക്കെ ഞങ്ങൾ കയറുന്നുണ്ട്. നെക്സ്റ്റ് എങ്ങോട്ടാ? ഇവിടെ കുറേ അപ്പൂപ്പൻ താടിയുണ്ട്. അങ്ങനെ മാങ്ങയൊക്കെ പെറുക്കി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ട പരിപാടിയാ. ഇനി നാളെ കാണാം അല്ലേ? അടുത്തൊരു വിശേഷമായിട്ട് നാളെ കാണാം. ടാറ്റാ ബൈ ബൈ.